ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നാളത്തെ പ്രൊമോയിലേക്ക് സ്വാഗതം. അങ്ങനെ കിരണും കല്യാണും കൂടി സത്യങ്ങളൊക്കെ കാർത്തിക പറയുന്നുണ്ട്. അവനായിരുന്നു ഇങ്ങനെ ഉപദ്രവിച്ചത് വിക്രം എന്ന് പറയാണ്. കല്യാണി പറയുന്നുണ്ട്, ഞങ്ങൾക്ക് അപ്പോഴേ തോന്നി അവനെ ഇങ്ങനെ തലക്കടിച്ചു വീട്ടിൽ കയറി ആക്രമിക്കുള്ളൂന്ന്. അവനെ പകൽ വിളിച്ചിട്ട് പോവാൻ പേടിയാണല്ലോ. ഇരുട്ടിന്റെ മറവിലെ അവനും അവന്റെ കൂട്ടുകാരും ഇത്രയും വൃത്തികേട് കാണിക്കണത്. കിരണേട്ടാ, ഇതങ്ങനെ വെറുതെ വിടാൻ പാടില്ല. കാത്തേച്ച് റെസ്റ്റ് ചെയ്തു, ഞങ്ങൾ പുറത്തുണ്ടാവും എന്ന് പറഞ്ഞിട്ട് കിരണും കല്യാണും കൂടി പുറത്തേക്ക് ഇറങ്ങാട്ടോ. കല്യാണി പറയണ്ട്, ഇങ്ങനെ വെറുതെ വിട്ടാ പറ്റല്ലോ. ഒരു ഗംഗാപ്രസാദ് അകത്ത് പോയി സമാധാനത്തിൽ കിടക്കുമ്പോഴാ ആ വിക്രം എഴുന്നേക്കുന്നത്. അവൻ ഗംഗാപ്രസാദ് അത്ര വലിയ പോരാളിയൊന്നും അല്ലല്ലോ കല്യാണി. അവനൊന്ന് പോയി ശരിക്കും കാണുന്നുണ്ട്. അവനും അവന്റെ അച്ഛനും സ്ഥലം മാറി വേടി എവിടെയോ പോയി നിൽക്കണത്. സാരില്ല, നമ്മുടെ പോലീസുകാരൊക്കെ നമ്മുടെ കൂടെ ഉണ്ടല്ലോ. അവര് മുഖേന അവരുള്ള ലൊക്കേഷനൊക്കെ ഞാൻ കണ്ടുപിടിച്ചിട്ട് അവർക്ക് പണി കൊടുത്തോളാം. സൂക്ഷിക്കണം കിരണട്ടാ. ആ വിക്രം വിചാരിക്കുന്ന പോലെയല്ല. അവന്റെ കയ്യിൽ ആയുധങ്ങൾ പുറകിൽ നിന്ന് കുത്തുന്ന സാധനമാണ് അവൻ. അപ്പൊ അവനെ സൂക്ഷിക്കണം എന്നൊക്കെ പറയണം. കല്യാണി നീ പേടിക്കേണ്ട. നോക്ക്, കാർത്തികൻ ഈ നിലയിലാക്കി അവന് എന്തായാലും ഞാൻ വെറുതെ വിടില്ല. അറിയാലോ, കാർത്തിക സുഖമില്ലാത്ത ഒരു കുട്ടിയാണ്. തലക്ക് തന്നെ. അതിനിടക്ക് തലക്ക് ഇങ്ങനത്തെ ഒരു പരിക്ക് പറ്റിയിരിക്കുന്നത്. അവളുടെ അവസ്ഥ ഭയങ്കര ഗുരുതരാണ്. ഡോക്ടർ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സത്യമാണ് കിരണേട്ട, സത്യമാണ്. അവൾക്ക് നല്ല തന്നെ ക്ഷീണമുണ്ട്. മാത്രമല്ല അവളുടെ അവസ്ഥ ചെറിയൊരു ഗുരുതരാവസ്ഥയാണ് അവൾക്ക് എന്നൊക്കെ പറയുന്നുണ്ട് കിരൺ. അങ്ങനെ കിരൺ നേരെ പോണത് രൂപയുടെയും ചന്ദ്രസേന്റെ അടുത്തേക്കാണ്. അവിടെ ആൽബി ഉണ്ട് കേട്ടോ. അപ്പൊ സത്യങ്ങളൊക്കെ കിരൺ പറയുന്നുണ്ട്. ഇന്നലെ രാത്രി പോയിട്ട് വിക്രം പോയിട്ട് കാർത്തികൻ ഇങ്ങനെ ഉപദ്രവിച്ച് തലക്ക് അടിപറ്റി. കാർത്തിക ഭയങ്കര സീരിയസ് അവസ്ഥയിലാണ്, ഹോസ്പിറ്റലിൽ കിടക്കുകയാണെന്നൊക്കെ പറയാണ്. ഇത് കേൾക്കുന്നത് ആൽബി പറയണ്ടേ, എന്നാൽ അവനെ കൊണ്ട് ഭയങ്കര ശല്യമാണല്ലോ. എന്റെ സോണിനെ ഒരുപാട് കരയിപ്പിച്ചത് അവൻ. എനിക്ക് അവനെ കൈ കിട്ടുകയാണെങ്കിൽ ശരിക്കും ഞാൻ കൊടുക്കുന്നുണ്ട്. കിരണേ, ഇതിന് നമുക്ക് പകരം വീട്ടിയാലോ? സോണിയെ ഉപദ്രവിച്ചതിന്, ഇപ്പൊ കാർത്തികനെ ഉപദ്രവിച്ചതിന്, പിന്നെ ശരണ്യ എന്നുള്ള പെണ്ണ്, അങ്ങനെ എത്രയോ പെമ്പിളുടെ ജീവിതം അവൻ തകർത്താണ്. ഇതെന്നെ പറ്റിയ അവസരം, നമുക്ക് പോയാലോ? ശരി, പോകാം എന്ന് പറയണം. അങ്ങനെ കിരണും ആൽബിയും കൂടി പോകുന്ന വഴിക്ക് നമ്മുടെ അമ്മുമ്മേനെ കാണുന്നുണ്ട് കേട്ടോ. അമ്മുമ്മേനെ കാണുമ്പോ കിരൺ വണ്ടി നിർത്തുന്നുണ്ട്. ഇത് അമ്മുമ്മയല്ലേ? അമ്മുമ്മ എങ്ങോട്ടേക്കാ പോണത്? ഒന്നും പറയണ്ട മോനെ, കാർത്തികയുടെ ആ കാര്യമൊക്കെ ഞാൻ അറിഞ്ഞു. അവളെ കാണാൻ വേണ്ടി ഹോസ്പിറ്റലിൽ പോവാണ്. ഇതിന് പിന്നിൽ അവനാണ്, ആ വിക്രമല്ലേ? അവൻ തന്നെയാണല്ലോ അമ്മുമ്മേ, അത് നമുക്ക് അറിയാവുന്ന കാര്യമാണല്ലോ. അവനെ വെറുതെ വിടാൻ പാടില്ല. അവനെ തല്ലിക്കൊല്ലണം. അവനെ മാത്രല്ല, അവനെ വളർത്തി വലുതാക്കിയ അവന്റെ അച്ഛനും അതെ. ഇത്രയൊക്കെ ആയിട്ട് മാറില്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ ചെയ്യാ? നിങ്ങൾ തല്ലിക്കൊന്നു, കേസ് ഞാൻ ഏറ്റെടുത്തോളാം. ഞാൻ ജയിലിൽ പോയിക്കോളാം മക്കളെ. ഈ വയസ്സായ സ്ത്രീക്ക് ഇനി എന്ത് നോക്കാനാണ്? നിങ്ങൾ ധൈര്യമായിട്ട് അവനെ കൊന്നേ, കൊലവിളിച്ചോ, എന്തുവേലും ചെയ്തോ. ആ വിക്രവും പ്രകാശ് ഇനി പുറം ലോകം കണ്ടുപോകരുത് എന്ന് അമ്മമ്മ പറയാണ്. അമ്മമ്മേ, ഞങ്ങൾ എന്തായാലും അവനെ കാണാൻ വേണ്ടി തന്നെ പോകാണ്. പോയിട്ട് വാ, ഞാനിന്ന് കാർത്തികനെ കാണണം. പിന്നീട് കല്യാണിന്റെ അടുത്തേക്ക് പോകണം. ശരി അമ്മമ്മ, കല്യാണിന്റെ അടുത്തേക്ക് നിന്നാ മതി. ഞങ്ങൾ പോയിട്ട് തിരിച്ചു പെട്ടെന്ന് തന്നെ വരാന്നുണ്ട്. കിരണും ആൽബിയും കൂടി അങ്ങോട്ട് പോവാട്ടോ. അങ്ങനെ വിക്രവും അതുപോലെ തന്നെ പ്രകാശിന് ഇപ്പൊ താമസിക്കുന്ന സ്ഥലം ആൽബിയും അതുപോലെ തന്നെ നമ്മുടെ കിരണും കൂടി കണ്ടുപിടിക്കുന്നുണ്ട്. അവർ നേരെ ചെന്നുമ്പോ വാതിൽ മുട്ടുമ്പോ പ്രകാശിനാണ് വാതിൽ തുറക്കണത്. എന്താണ് കാര്യം ചോദിക്കുമ്പോ, ഒന്നും അറിയില്ലല്ലേ? നിങ്ങളുടെ മോനില്ലേ വിക്രമാദിത്യൻ, അവൻ മൂത്ത ചേച്ചിയുണ്ടല്ലോ കാർത്തിക, അവളെ കയറി ഇന്നലെ ഉപദ്രവിച്ചു, തല അടിച്ചു പൊട്ടിച്ചു ഹോസ്പിറ്റലിലാണ്. എന്റെ മോനെ കള്ളക്കേസ് കൊടുക്കാൻ വേണ്ടിയാണോ നീയൊക്കെ വന്നേക്കണത്? എന്റെ മോനെ എന്തൊക്കെ പറഞ്ഞാലും കൂടപ്പിറപ്പുകൾ അങ്ങനെ ചെയ്യൊന്നുമില്ല. അവൻ അങ്ങനെയൊക്കെ പറയുമെങ്കിലും അവനെ ബോധമുണ്ട്, ചേച്ചിയാന്നുള്ള ബോധമുണ്ട്. അവളുമാർക്ക് അതൊന്നും ഇല്ലാത്തത്. എന്റെ പ്രകാശ, താൻ നാവെടുത്ത് ഇങ്ങനെ കള്ളം പറയലോ. തന്റെ മോൻ തന്നെ അങ്ങനെ ചെയ്തേക്കണത്. അത് തന്റെ ഒത്താശയോട് കൂടി തന്നെ അവൻ അങ്ങനെ ചെയ്തേക്കണത്. എനിക്കൊന്നും അറിയില്ല, അവനും ഒന്നും അറിയില്ല എന്ന് പറയണേ. താൻ അങ്ങോട്ട് മാറി നിൽക്കണോ? തന്നെ അടിച്ചിട്ട് ഒരു കാര്യമില്ല. ഒരു കിഡ്നി പോയി കിടക്കുന്ന ആളല്ലേ, തന്നെ അടിച്ചിട്ട് ഒരു കാര്യമില്ല. മാറണോ എന്ന് പറഞ്ഞിട്ട് തള്ളി മാറ്റിയാണ്. ശേഷം വിക്രത്തിനെ ഉപദ്രവിക്കാൻ നോക്കുമ്പോ വിക്രം ഒരു കത്തി എടുത്ത് കുത്താൻ വേണ്ടി പോകുമ്പോ ആൽബി ആ കത്തി എടുത്ത് പിടിച്ച് വാങ്ങി വലിച്ചെറിയാണ്. ശേഷം കിരൺ നല്ല രീതിയിൽ തന്നെ അടിക്കുന്നുണ്ട്. എടാ, നിനക്ക് നാണോ ഇല്ലേടാ? എന്തൊക്കെ പറഞ്ഞ നിന്റെ ചേച്ചിയല്ലേ? നിങ്ങൾ ഒരേ രക്തം തന്നെയാണ് നിങ്ങളുടെ ശരീരത്തിൽ കൂടെ ഓടുന്നത്. ആ ഒരു വിചാരം നിനക്ക് ഉണ്ടാടാ. എന്തൊക്കെ പറഞ്ഞാലും നിന്നെ സമ്മതിക്കട്ടെ. നിങ്ങളുടെ അമ്മ പോലും സ്വഭാവം മാറി, എന്നിട്ട് നിങ്ങൾക്ക് മാത്രം മാറാൻ പറ്റുന്നില്ല. എടാ, നീ ഒന്ന് നന്നാവുന്നുള്ള വിചാരം ഞങ്ങൾക്ക് ഇനി ഇപ്പല്ലടാ. നീ ഈ കൈ വെച്ചിട്ടല്ലേ കാർത്തികൻ അടിച്ചത്? കാർത്തികനെ മാത്രല്ല, എന്തോരം പെണ്ണുകളെ ജീവിതമാണ് നീ തകർത്തത്. ശരണ്യയുടെ ഭർത്താവ് ഇപ്പോഴും കിടന്ന കിടപ്പാണ്. അവൾക്ക് വേണ്ടിട്ട്, എന്റെ സോണിക്ക് വേണ്ടിട്ട്, കാർത്തികക്ക് വേണ്ടിട്ട് ഞങ്ങൾ നിന്റെ ഈ കൈ ഒടിച്ചെടുക്കുവാടാ എന്ന് പറഞ്ഞിട്ട് ആൽബിയും അതുപോലെ തന്നെ കിരണും കൂടി വിക്രത്തിന്റെ കൈ ഒടിച്ചു തിരിക്കുന്ന ഭാഗമാണ് പ്രൊമോയിൽ കാണിച്ചത്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. ഗുഡ് നൈറ്റ്, ടേക്ക് കെയർ, ബൈ ബൈ.